മാർക്കറ്റ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല തന്നെ നഷ്ടപ്പെടും. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ പൈതൃകമാണ് ഈ കോഴിക്കോട് പാളയം. ഈ പാളയത്തിന് അത്രയും ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമുക്കിവിടെ ജീവിക്കാനാണ് നമ്മളിവിടെ വരുന്നത്. ബിസിനസ് നടക്കാൻ നമ്മൾ കുട്ടികളെ പോയിട്ട് ബിസിനസ് നമ്മൾ വലിയ കോടിക്കണക്കുള്ള സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ കോടിക്കണക്കുള്ള ബിസിനസ് നടത്തുന്ന ആളുകളൊന്നുമില്ല. ഒരു 500, 600, 1000, 1500 അതിൽ 10-500 കിട്ടിയ കുട്ടികളെ പോയിട്ട് പരിപാടിയാണ്. ഉപജീവനമാർഗ്ഗം കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുക. ഇവിടെ എത്ര 1000 തൊഴിലാളികളുണ്ട്, അവിടെ ചെന്ന് അവിടെ ഉണ്ടാവും തൊഴിലാളികൾ, ഇവിടെ നിൽക്കും. വലിയങ്ങാടി, അമ്പലം, മുട്ടയത്തെരുവ് ആ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് ആൾക്കാർ വരാൻ പ്രയാസമാണ്. ഞങ്ങൾ ഈ പുൽപ്പാത്ത് കച്ചവടക്കാരെ കാര്യം തീരെ എടുക്കാണ്ടാവില്ല. ഞങ്ങൾക്ക് നല്ലൊരു പരിസ്ഥിതി സംവിധാനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമുക്ക്. മിഠായി തെരുവും വലിയങ്ങാടിയും പോലെ കോഴിക്കോടിൻ്റെ അടയാളമാണ് പാളയം മാർക്കറ്റ്. എന്നാൽ ഈ പൈതൃക വിപണിയെ മറ്റൊരിടത്തേക്ക് പറിച്ചു നടാൻ ഒരുങ്ങുമ്പോൾ ആശങ്കയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ. തലമുറകളായി കെട്ടിപ്പടുത്ത തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാകുമോ എന്നാണ് അവർ ഭയപ്പെടുന്നത്. ഇത്രയും ഗൗരവമായ ഈ വിഷയം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്ന ചോദ്യമാണ് കച്ചവടക്കാർ ഉന്നയിക്കുന്നത്. ഈ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു 1963 ഉദ്ഘാടനം കഴിഞ്ഞ മാർക്കറ്റ്. ഞങ്ങൾക്കിവിടെ വരുമ്പോൾ ചെറുതാണ്. ഒരു 10-40 വർഷമായിട്ട് ഞങ്ങൾ സജീവമായിട്ട് ഈ ഫുട്പാത്തിൽ ഭക്ഷണം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ കോഴിക്കോട് ജില്ലയിൽ തൊട്ടടുത്തുള്ള ആളുകൾ. കാരണം അന്നുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസ കുറവുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നത് ജീവിതമാർഗം കണ്ടെത്തിയ സ്ഥലം. 1000-10,000 ആളുകൾ ഉണ്ട്. 100 കടകളുണ്ട്. മനസ്സിലായില്ലേ? മാർക്കറ്റിൻ്റെ വികസനം സംബന്ധിച്ചോളം വികസനം വരുമ്പോൾ മാറേണ്ടത് ആവശ്യമാണ്. പക്ഷെ ആ വേണ്ടത്ര കൂടി ആലോചന ഇല്ലാണ്ട് തുടങ്ങിയ മാർക്കറ്റാണ്. ഇവിടെ അന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ അധികാരികൾ വന്ന് പറഞ്ഞത് പുതിയൊരു മാർക്കറ്റ് തന്നാൽ മാറിക്കൂടെ. അപ്പോൾ ആരും എന്ത് പറയും, സ്വാഭാവികമായി തൊട്ടടുത്താണ്, കിലോമീറ്റർ ഒരു വ്യത്യാസമില്ല, കുറഞ്ഞ മാറ്റമുള്ളൂ ഇവിടെ ജില്ലയോട്. അപ്പോൾ ആയിക്കോട്ടെ മാറാമെന്ന് പറഞ്ഞു. ഇത് എല്ലാ പണിയും കഴിഞ്ഞ് പ്രൊജക്റ്റ് പൂർത്തിയാക്കേണ്ടതാണ്. ഇത് സ്വകാര്യ ബിൽഡിംഗ് ആണ്. ഇത് തീർച്ചയായിട്ടും സ്വകാര്യവൽക്കരിച്ചൊരു സംവിധാനമാണ് വരുന്നത്. അതുകൊണ്ട് വാടക കൂടും, ഓല് പറഞ്ഞ അവസ്ഥ വരും. അതുകൊണ്ടാണ് എതിർപ്പ് വന്നത്. നമുക്കിവിടെ ജീവിക്കാനാണ് നമ്മളിവിടെ വരുന്നത്. ബിസിനസ് നടക്കാൻ നമ്മൾ കുട്ടികളെ പോയിട്ട് ബിസിനസ് നമ്മൾ വലിയ കോടിക്കണക്കുള്ള സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ കോടിക്കണക്കുള്ള ബിസിനസ് നടത്തുന്ന ആളുകളൊന്നുമില്ല. ഒരു 500, 600, 1000, 1500 അതിൽ 10-500 കിട്ടിയ കുട്ടികളെ പോയിട്ട് പരിപാടിയാണ്. ഈ പരിപാടി അവിടെ പോയിക്കാണെങ്കിൽ ഒരു ജന്തു ഒരു മനുഷ്യനായിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ അങ്ങനെ വരില്ല. സാധനം വാങ്ങാൻ വന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് വസ്തു ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടാൽ കുറുക്കന്മാർക്കും നായികൾക്കും വെക്കാനുള്ള സാധനമില്ല. ജനങ്ങൾക്ക് ഇന്നാളോ. അപ്പോൾ ജനങ്ങൾ വന്ന് വാങ്ങണം. അപ്പോൾ ജനങ്ങൾക്ക് വന്ന് വാങ്ങണ ബസ് സൗകര്യം വേണം, ഓട്ടോ സൗകര്യം വേണം, പോയി വരാൻ സൗകര്യം വേണം. അതിൽ എനിക്കെന്നല്ല കേൾക്കുന്ന നിങ്ങൾക്കും കൂടി വേണം. നിങ്ങളും കൂടി അതിൽ ഒരുപാട് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് വന്ന് 30 ഉറുപ്പിക ഓട്ടോ ചങ്ങെടുക്ക്, ഒരു 30 ഉറുപ്പിക ഓട്ടോ ചങ്ങെടുക്ക്, ആകെ 20 ഉറുപ്പിക തക്കാളി വാങ്ങാനും 30-60 ഇതാക്കണം. അപ്പോൾ സാമ്പത്തികം നോക്കുമ്പോൾ ആളുകൾ അത് കിട്ടും. നമ്മളിവിടെ ഇറങ്ങി ഇവിടുത്തെ ഫസ്റ്റ് ഇറങ്ങി നേരെ സാധനം വാങ്ങി ഫസ്റ്റ് കയറി അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞ പൈസയിൽ ലാഭം ഉണ്ടാവും, കുറഞ്ഞ ലാഭം കിട്ടും ചെയ്യും. മറ്റേത് ഇവിടുന്ന് ഫസ്റ്റ് ഇറങ്ങി അതുവരെ ഓട്ടോ വിളിച്ച് പോയി എല്ലാം പേര് 1.5 കിലോമീറ്റർ അങ്ങനെ നടന്നു പോയി കുഴങ്ങി വെയിലത്ത്. ആരാ പോവാ? നിങ്ങൾ പോവോ? നിങ്ങളാരും പോവോ? ആരും പോയി. പിന്നെ ആർക്കും വേണ്ടി അതുണ്ടാക്കണേ. മാർക്കറ്റ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല തന്നെ നഷ്ടപ്പെടും. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ പൈതൃകമാണ് ഈ കോഴിക്കോട് പാളയം. ഈ പാളയത്തിന് അത്രയും ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. വയ്യോരാണെങ്കിലും ചുമട്ട് തൊഴിലാളികളാണെങ്കിലും മൊത്തത്തിൽ 1000-2000 പുറത്തല്ലാണ്ട് കീഴ്പോട്ട് വരില്ല. ഈ ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള സംവിധാനമില്ല. ആ സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളതായിട്ടുള്ളൊരു തീരുമാനം സർക്കാർ കണ്ടെത്തണം. ഇതാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കോഴിക്കോട് പാളയമാണ്. വയ്യോരാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും ആൾക്ക് വന്നു പോകാനും വരാനും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ആ ഭാഗം നഷ്ടപ്പെട്ടിരിക്കും. ആ നഷ്ടങ്ങൾ നികത്താൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. സർക്കാർ വരെ ഇപ്പോൾ ഒരു വിട്ട് കഴിഞ്ഞു. വലിയൊരു കമ്പനിക്കാണ് വിട്ടുകൊടുത്തത്, പ്രൈവറ്റ് വിട്ടുകൊടുത്താണ്. ആ പ്രൈവറ്റ് ഇവിടുത്തെ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഒരു പരിഹരിക്കില്ല. ഒരു നമ്മളിൽ നിന്ന് വലിയ വാടകയാണ് ഈടാക്കുക. ആ വാടക ഇല്ലാണ്ടാണെങ്കിൽ അവിടെ എല്ലാവർക്കും പിടിച്ചേക്കാം. വലിയ വലിയ ഷോപ്പുകളൊക്കെ കൊടുത്താൽ വിട്ടേക്കും. ഇത് പോയാൽ നമ്മളൊന്നും ഇല്ല ഇവിടെ.
മാർക്കറ്റ് മാറാന്ന് പറഞ്ഞു കാണിച്ചാൽ മാർക്കറ്റ് മാറാനുള്ള പിന്നെ സർക്കാരിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് മാറുമ്പോൾ മാറില്ല. അതപ്പോൾ അങ്ങോട്ട് ഒരു അലോട്ട് എന്ന് കാണിച്ചാൽ നമുക്ക് അവിടെ പോയി പണിയെടുക്കാണ്ട് യാതൊരു വൃത്തിയില്ല. പക്ഷെ മാർക്കറ്റ് മാറുന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായമില്ല. കാരണം എന്താ പറയുക, ഇവിടുത്തെ പണിയൊന്നും അവിടെ നമുക്ക് റെഗുലറായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേ പണി നഷ്ടപ്പെടും, കുറേ കച്ചവടം നഷ്ടപ്പെടും. പിന്നെ മേലേക്കാണ് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ റൂം എടുത്തിട്ടുള്ളത്. അങ്ങോട്ടൊന്ന് ചാക്കേറ്റ് പോകാനോ അവിടെ കച്ചവടത്തിന് അവിടേക്ക് ആൾക്കാർ എത്തില്ല എന്നുള്ളതാണ് അഭിപ്രായം കേൾക്കുന്നത്. പിന്നെ പണിയെടുക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറേ വയസ്സായ ആൾക്കാരാണ്. ഈ സ്റ്റെപ്പ് ചാക്കെടുത്ത് വലിയ വലിയ സ്റ്റെപ്പൊന്നും കയറാൻ കഴിയില്ല. പിന്നെ അറിയാൻ വെച്ചാൽ ഇവിടെ നല്ല അതിനെക്കാട്ടി സൗകര്യമുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ഇട്ടും കൊടുക്കുന്ന മാർക്കറ്റ്. ഇവിടുന്ന് ബാക്കോട്ട് എരുമക്കാരൊക്കെ ഒന്ന് ഒഴിപ്പിച്ച് കാണിച്ചാൽ ഇഷ്ടം പോലെ സ്ഥലം ഇനിയുണ്ട്. അപ്പോൾ പല ഭാഗത്തേക്കും വികസനം ഇവിടെ തന്നെ വരുത്താനുള്ള ഏറെ സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. ഈ ഉന്തുവണ്ടിയിൽ സാധനം കയറ്റി പോണ സ്ഥലത്ത് ഇങ്ങനെ തിരക്കുള്ളവിടുത്തെ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. തിരക്കുള്ളവിടുത്തെ ഈ ഉന്തുവണ്ടിക്കൊക്കെ കച്ചവടം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ട് ഉന്തുവണ്ടിയിൽ സാധനം കയറ്റിയിട്ട് നിങ്ങൾ വരുമോ സാധനം വാങ്ങാൻ? ആരെങ്കിലും വരുമോ? ഒരു 150 ഉറുപ്പ്യ മുടക്കിയിട്ട് അങ്ങോട്ട് വരുമോ? ഓട്ടോറിക്ഷയും വിളിച്ച് അങ്ങോട്ട് വരുമോ സാധനം വാങ്ങാൻ? വരില്ല. അപ്പോൾ ആ സാധനം അവിടെ കിടന്ന് നശിക്കുകയുള്ളൂ, ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ല. കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില കുറച്ച് പച്ചക്കറി കിട്ടുന്ന ഒരു മാർക്കറ്റിന്റെ കോഴിക്കോട് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലേക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരും, ഒരുപാട് ബന്ധങ്ങളുടെ പേരിൽ വരും. ഇത് നിലനിന്ന് പോകണമെന്ന് ഈ മുട്ടായിത്തെരു, വലിയങ്ങാടി ഇതൊക്കെ ഇവിടെ ഉണ്ടായതിനെ കൂടെ ഈ മാർക്കറ്റ്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കൂടെ. ഇപ്പോൾ ഇവിടെ വികസനം ഉണ്ടാക്കിയോട്ടെ, തൽക്കാലം അങ്ങോട്ടും മാറി തന്ന് വികസനം ഉണ്ടാക്കി ഇത് പുതുക്കിയിട്ട് ഇതേ മാർക്കറ്റ് ഇവിടെ തരും. ഇതൊരു പൈതൃകമായ മാർക്കറ്റ്, എല്ലാ സംഭവം ഇവിടെ സംരക്ഷിക്കില്ലേ. അപ്പോൾ ആ സംരക്ഷണം ഇതിനും വേണ്ടേ? പൈതൃകമായ സംഭവങ്ങളെല്ലാം കേരളത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. ആ സംരക്ഷണപ്പെട്ട ഒരു പൈതൃകമായ മാർക്കറ്റാണ്. ആ മാർക്കറ്റ് സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് സംരക്ഷിക്കുകയല്ല വേണ്ടി. അതിന് ഇവിടുത്തെ തൊഴിലാളിയോ വ്യാപാരികളൊന്നും എതിരല്ല. അത്ര നമ്മൾ പറയുള്ളൂ. ഇത് പുതുക്കി പണിതിട്ട് ഇവിടെ തന്നെ നിർത്താം. ഇപ്പം ഞാൻ കോഴിക്കോട് അവിടെ പുതിയൊരു ബിൽഡിങ് ഫ്ലാറ്റ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ ഉന്തുവണ്ടിക്കാർക്ക് വേണ്ടി സെക്ഷൻ വേറെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിപ്പോഴത്തെ നിലവിൽ അത് ചെറിയ കടക്കാർക്ക് ചെറിയ ചെറിയ റൂമാക്കിയിട്ട് വീണ്ടും കൊടുത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കൊച്ചി കഴിഞ്ഞാൽ 2ാം സ്ഥാനം കോഴിക്കോട്. നല്ല വരുമാനമാണ് കോഴിക്കോടിന്. ഞങ്ങളെ ഈ പുൽപ്പാത്ത് കച്ചവടക്കാർ ഒരു 100-300 തൊഴിലാളികളുണ്ട്. ഓരോ കാര്യം എടുക്കാനില്ല. ഞങ്ങളൊരു 300 തൊഴിലാളികൾ ഇവിടെ പുൽപ്പാത്തിൽ ജീവിക്കുന്നുണ്ട്, ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ. പിന്നെ പുറമേ 3 അക്കരം വണ്ടിക്കാർ, പായക്കച്ചവടക്കാർ, പുറമേ കുറച്ച് ആൾക്കാരുണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ആയിട്ട്. ഓരോ കാര്യങ്ങളും ഞങ്ങളെ കാര്യങ്ങളും എടുക്കാണ്ടാവില്ല. പീഡക്കാർക്ക് പിന്നെ ഹോൾസെയിലായിട്ട് രാവിലത്തെ കുറച്ച് കച്ചവടം കിട്ടും. ഓലത് ഒരു 10 മണിയാകുമ്പോൾ ഓലത് കഴിയും. ഞങ്ങളത് 10 മണിക്ക് തുടങ്ങണ കച്ചവടം. ഞങ്ങൾ ഈ 10 മണിക്ക് കച്ചവടം തുടങ്ങിയാൽ ഞങ്ങൾ ഈ പുൽപ്പാത്ത് കച്ചവടക്കാരവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് ആരും അങ്ങോട്ട് വരില്ല. ഓട്ടോറിക്ഷയ്ക്ക് 40 ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ആരും അങ്ങോട്ട് വരില്ല. ഈ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർ പറയും ഇവിടെ തന്നെ അമ്പലം മുട്ടായത്തേരി വായന കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ പച്ചക്കറി പീഡക്കാർക്ക് മുകളിലൊക്കെ കൊടുത്തത്. പച്ചക്കറിക്കൊക്കെ മുകളിൽ സോപ്പ് കൊടുത്താൽ ഈ തായും നല്ല പിന്നെ എയറൊക്കെ കിട്ടുന്നിടത്തായിട്ട് തന്നെ പച്ചക്കറിയൊക്കെ കേടുവന്നു പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ മുകളിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിക്കൊന്നും ആവില്ല. അതുപോലെ പിന്നെ ചെറിയ ഇടുങ്ങിയ റൂമുകളൊക്കെയാണ് കൊടുത്തത്. ഇവർ താഴെ വലിയ റൂമൊക്കെ ഉണ്ട്, അത് ഇവർ വലിയ വാടകയ്ക്ക് പുറത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ആർക്കും വേണമെന്ന് തരും, അതിൻ്റെ കൂടുതൽ കൊടുത്തിട്ടൊക്കെ അങ്ങനെ എന്തൊക്കെ ഒരു പല കളിയുണ്ട് അതിൽ. അവിടെ ഒരുപാട് റൂം എടുത്തിട്ടിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ റൂമിൻ്റെ കുറവല്ല, ഇവിടെ 150 മുറിയൊക്കെയാണ് ഉള്ളത്. ഇതിൽ തന്നെ കുറേ സ്ഥാപനങ്ങൾ പൂട്ടിക്കെടുക്കുക, കാരണം കച്ചവടം ഇല്ലായിട്ട്. ഇവർ 300-500 പിന്നെ ഷോപ്പുകൾ അവിടെ എടുത്തിട്ടിരിക്കും. ഈ ഷോപ്പുകളുള്ളതിന് നല്ല സാധനം വാങ്ങാൻ ആൾ വരണ്ടേ. ഇന്നും പല ഭാഗത്തും സൂപ്പർ മാർക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ കച്ചവടം പഴയ കച്ചവടത്തിനെക്കാട്ട് 10 മടങ്ങ് താഴോട്ടാ പോയി. ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള നിലവിൽ കച്ചവടക്കാരാവട്ടെ, തൊഴിലാളികൾക്ക്, പീഡികക്കാർക്കൊക്കെ മോശം അവസ്ഥ ഉണ്ടാവുക. മാർക്കറ്റ് മാറ്റുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെയാണ് അമ്പലവും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പം ഞങ്ങളെ ബിസിനസ് ഇവിടെ നടക്കും. ഞങ്ങൾക്ക് അവിടെ പോയാൽ പച്ചക്കറി വാങ്ങാൻ വരുന്നവർ മാത്രമല്ല അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ പോയ പാടെ അവിടെ കച്ചവടം കിട്ടുകയില്ല. അപ്പം 1-2 വർഷം പിടിക്കും. അതുവരെ ഞങ്ങളെ ജീവിതം എന്താ ചെയ്യും? അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. പക്ഷെ ഞങ്ങളിവിടെ എടുക്കാതെ ഇരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞങ്ങൾ നോക്കുന്നത്. വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെയാണ് കച്ചവടവും കാര്യങ്ങളും. മാർക്കറ്റ് പോകുന്ന കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ, ഞങ്ങളെ 40-40-30 കുടുംബമുണ്ട്. കുടുംബം ഈ ഒരു ഇതിലാണ് ജീവിക്കുന്നത്. അപ്പം ഈ വരുമാനത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് മാറ്റപ്പെടും. ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാനുള്ളൊരു നിലനിൽപ്പ് ഞങ്ങൾക്ക് വേണം.
മാർക്കറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയ ബിൽഡിങ്ങാണ്. പച്ചക്കറി വാങ്ങാനല്ലേ ആൾക്കാർ കാര്യമായിട്ട് വരുള്ളൂ, പൂ വാങ്ങാനായിട്ട് ആരും വരില്ല. ഇവിടെ ആണെങ്കിൽ അമ്പലത്തിലേക്കായാലും ബസ് സ്റ്റോപ്പിന്റെ അവിടുന്ന് ആൾക്കാരായാലും കല്യാണത്തിനായാലും ഇതിനായാലും ഇവിടെ എത്തിപ്പെടുള്ളൂ. അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസമുണ്ട്. മാറ്റങ്ങളെയൊക്കെ സന്തോഷം തന്നെയാണ്. മാറ്റങ്ങളൊക്കെ നമുക്ക് സന്തോഷം. പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഇതാവും. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നതാണ് താല്പര്യം. കച്ചവടം കിട്ടും ഇവിടെ ആകുമ്പോൾ. മാർക്കറ്റ് മാറിയാൽ ബുദ്ധിമുട്ടാണ്. ഒരു മേഖല എന്ന് പറയുന്നത് അതിന് ചുറ്റുവട്ടങ്ങൾ നോക്കണം. ഈ മേഖലൻ്റെ മർമ്മ പ്രാധാന്യം നൽകുന്നത് ഈ ബസ് സ്റ്റാൻഡാണ്. ഈ ബസ്സിൽ കയറി വരുന്ന ആളുകളാണ് പച്ചക്കറി മാർക്കറ്റിലേക്ക് വരുന്നത്. അവർ കാലത്ത് പച്ചക്കറി വാങ്ങാൻ വന്ന് ആ പച്ചക്കറി വാങ്ങി ബസ്സിൻ്റെ മുകളിലിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഈ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം ഇവിടെ നിലക്കുന്നത്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സാധനം വാങ്ങാൻ ആളുകൾ വരുന്ന ആളുകൾ ഇവിടെ ഇറങ്ങി ഓട്ടോ കയറി അവിടെ പോയി സാധനം വാങ്ങി ഓട്ടോ കയറ്റി ഇവിടെ കൊണ്ടുവരണം. ഇതിന് അവർ നിൽക്കുമെന്നുള്ള കാര്യം പ്രയാസമാണ്. ഇന്ന് എല്ലാ സാധനവും നമ്മളെ പ്രദേശത്ത് സുലഭമായി കിട്ടുന്നൊരു കാലഘട്ടമാണ്. ഈ സാധനങ്ങൾ ഓരോ സ്ഥലത്തേക്ക് അവിടെ ഹോൾസെയിൽ തുടങ്ങുകയാണെങ്കിൽ ആരും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഈ മേഖല ഇല്ലാതാവും. ഈ മേഖല ഇല്ലാതാവുമ്പോൾ ഇതുപോലുള്ള കച്ചവടത്തിനെ ബാധിക്കും, നമുക്ക് എല്ലാവർക്കും ബാധിക്കും. അപ്പം നിലവിലുള്ള ഈ സീസണ്, നിലവിലുള്ള ഈ ഇപ്പോഴത്തെ കാണുന്ന ഈ ഉയർച്ചയെ ഇല്ലാതാക്കലാണ് ഈ മാറ്റലിൻ്റെ ഉദ്ദേശം. വേറൊന്നല്ല. ഒരു പറ്റം ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് മാറ്റാനുള്ള ഉദ്ദേശം. അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് അനുകൂലം ഉണ്ടാവണം, തൊഴിലാളികൾ ഗുണം ഉണ്ടാവണം. തൊഴിലാളികൾ പറയണം നമുക്കത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ കച്ചവടക്കാർ പറയണം നമുക്കിതിന് ഗുണം ചെയ്യും. കച്ചവടക്കാർക്ക് ഇതിന് ഗുണമില്ല എന്ന് അവർ പറയുന്നു. തൊഴിലാളികൾക്ക് ഗുണമില്ല ചോദിലാളികൾ പറയുന്നു. പുറത്തുനിന്ന് കാണുന്ന ഗാലറിയിൽ നിന്ന് കാണുന്ന എന്ന് പറയുന്ന ആളുകൾ പറയുന്നു അയ്യോ അത് തെറ്റാണ്. പിന്നെ ഇത് ആർക്കാണ്? ആ ചോദ്യമാണ് ചോദ്യമായി നിൽക്കുന്നത്. ഇത് നിങ്ങൾ ചിന്തിക്കുക ബാക്കിയുള്ളത്.